മാക്സിമം 4 ദിവസങ്ങളിൽ പ്രസവിക്കും. പ്രസവമായതിൻ്റെ 4 ദിവസം പറയാൻ പറ്റില്ല, അത് ഇപ്പോൾ പ്രസവിക്കും. നല്ല പശുവാണ്, 2 വലിയ പ്രായമാണ് പശു. ഇതും ചെനയാണ്, നിറച്ചെനയാണ്. ഇതും 10 ദിവസത്തിനുള്ളിൽ പ്രസവിക്കും. ഒരാഴ്ച മാക്സിമം 10 ദിവസത്തിനുള്ളിൽ പ്രസവിക്കും. കറക്കാനും കാര്യങ്ങളൊക്കെ ഒന്നും ഒരു കുഴപ്പമില്ല. ചെറിയ കുട്ടികൾ മുതൽ പ്രായമായ ഏത് സ്ത്രീകൾക്ക് ആർക്കും വേണമെങ്കിൽ കറക്കാം. നല്ല സാധുവായ പശു. സുഹൃത്തുക്കളെ, നല്ല HF പശുക്കളുള്ള അടിപൊളി ഒരു ഫാമാണ്. അപ്പം ഇതുപോലുള്ള നല്ല പശുക്കളെ നിങ്ങൾക്ക് വാങ്ങാനായിട്ട് ആഗ്രഹമുണ്ടെങ്കിൽ ഞങ്ങളെ വിളിക്കുക. വീഡിയോയിലെ നമ്പർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത്, നേരത്തെ മുൻകൂട്ടി വിളിച്ചിട്ട് വന്നാൽ മാത്രമേ നല്ലൊരു സർവീസ് നമുക്ക് ചെയ്തു തരാൻ പറ്റുള്ളൂ. ഒരു ദിവസം ഇതിനായിട്ട് മെനക്കെട്ട് വരാനും കൂടെ ശ്രമിക്കുക. എന്നാലേ ഒത്തിരി ഫാമുകളിലൊക്കെ പോയിട്ട് നമുക്ക് പശുക്കളെ നോക്കിയെടുക്കാൻ പറ്റത്തുള്ളൂ. ഈ ഒരു പശുക്കളെന്ന് പറഞ്ഞാൽ ഒരു 75,000 മുതൽ 1,15-1,20 ലക്ഷം വരെ വിലയുള്ള പശുക്കളാണ്. ഓരോ പശുക്കളുടെയും ഡീറ്റെയിൽസ് ഈ വീഡിയോയിലൂടെ ഞങ്ങൾ പറയുന്നതാണ്. അത് HF മോഡാണ്, നല്ല മോഡാണ്. ഇപ്പോൾ നറമാസ ചെനയാണ്. മാക്സിമം ഒരാഴ്ച 10 ദിവസത്തിനുള്ളിൽ പ്രസവിക്കും. പിന്നെ ചിന്താമണി പശുവാണ്, 2 വലിയ പ്രായം, നല്ല അടിപൊളി പശുവാണ്. കറക്കാനും കാര്യങ്ങളൊക്കെ നല്ല ഡീസൻ്റ് പശുവാണ്. അപ്പോൾ നമുക്കൊന്ന് പറയണത് 27 ലിറ്റർ പാല് കിട്ടുന്ന പറയണത്. എന്തായാലും നമ്മൾ കൊണ്ടുപോയി തീറ്റയും കാര്യങ്ങളൊക്കെ അനുസരിച്ച് കൊടുക്കുകയാണെങ്കിൽ 10-25 ലിറ്റർ മാക്സിമം കിട്ടും. 25 എന്തായാലും കിട്ടും. 25 കിട്ടും. 25 ലിറ്റർ കറക്കാനും കാര്യങ്ങൾക്കൊന്നും ഒരു കുഴപ്പമില്ല. ഇതും അതേപോലെ HFൻ്റെ കടലിലെ പശുവാണ്. ഇതും അതേപോലെ തന്നെ പാലും കാര്യങ്ങളൊക്കെ നല്ല അടിപൊളി പശുവാണ്. നല്ല കാണാൻ നല്ല ചേരുള്ള പശുവാണ്. ഇത് HF ആണ് അല്ലേ? അതെ, ഒരു 28 ലിറ്റർ പറയുന്നുണ്ടല്ലേ? ഇതും ഇപ്പോൾ 2 പശുക്കളെ കണ്ട പശു നല്ല മെച്ചുള്ള പശുവാണ്, പറയാനൊന്നുമില്ല. നല്ല അടിപൊളി പശുവാണ്. ഇത് നമുക്കൊരു 25-28 ലിറ്റർ പാല് കിട്ടുന്ന പശുവാണ്. അതെ, 28 ലിറ്റർ പാല് എന്തായാലും കിട്ടും. ഇതിപ്പോൾ ഒരാഴ്ച 10 ദിവസത്തിനുള്ളിൽ പ്രസവിക്കാനായ പശുവാണ്. ഇത് വന്നിട്ട് ജേഴ്സി ക്രോസ് ആണ് പശു. ഇതും അതേപോലെ തന്നെ മാട് കാണാനും എല്ലാം നല്ലൊരു പശുവാണ്. ഇത് 2 വലിയ പ്രായമാണ് പശു. ഇതും ചെനയാണ്, നിറച്ചെനയാണ്. ഇതും 10 ദിവസത്തിനുള്ളിൽ പ്രസവിക്കും. ഒരാഴ്ച മാക്സിമം 10 ദിവസത്തിനുള്ളിൽ പ്രസവിക്കും. കറക്കാനും കാര്യങ്ങളൊക്കെ ഒന്നും ഒരു കുഴപ്പമില്ല. ചെറിയ കുട്ടികൾ മുതൽ പ്രായമായ ഏത് സ്ത്രീകൾക്ക് ആർക്കും വേണമെങ്കിൽ കറക്കാം. നല്ല സാധുവായ പശു. ഫാമിലിക്ക് നമ്പർ 1 പശുവല്ലേ ഫാമുകൾക്ക് അവർ കറക്കാനും കാര്യങ്ങൾക്കും നല്ലൊരു ബിസിനസ് ആവും. അത് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഫാമിലിക്കൊക്കെ നല്ല അടിപൊളി പശുവാകും. നല്ല പോയിന്റ് കിട്ടും പാല്. ഇതും അതേപോലെ ജേഴ്സി ക്രോസ് ആണ് പശു. ഇതിപ്പോൾ പ്രസവിക്കാൻ വേണ്ടി 2ാമത്തെ പ്രസവമാണ്. ഇത് അതേപോലെ നല്ല പൊക്ക വലിപ്പമുള്ള പശുവാണ്. ഫസ്റ്റ് പ്രസവത്തിൽ കൊണ്ട് 27 ലിറ്റർ പാല് കറന്നുണ്ട്. ഇപ്പോൾ 2ാമത്തെ പ്രസവം അതിനെക്കാളും കൂടാനാണ് ചാൻസ്. എന്താ വെച്ചാൽ ഓരോ പ്രസവം കഴിയുമ്പോൾ നമ്മൾ പാല് കൂടിക്കൂടിയേ വരിക. കറക്കാനും കാര്യങ്ങളൊക്കെ നല്ല ഒരു കുഴപ്പമില്ല. നല്ല സാധുവായ പശുവാണ്. ജേഴ്സി ക്രോസ് ആണ്. ഇതൊക്കെ നിറച്ചെനയാണ്. ഇത് ഒരാഴ്ച മാക്സിമം 10 ദിവസത്തിനുള്ളിൽ പ്രസവിക്കും. ഇതിൽ പാലിൽ ഒട്ടും കുറവൊന്നുമില്ല. നല്ല പശുവാണ്, ചെറു പശുവാണ്. ഇപ്പോൾ പശുവിന്റെ പക്വോ വലുപ്പമോ കണ്ടിട്ട് പാല് ഒരിക്കലും നമുക്ക് അളക്കാൻ പറ്റില്ല. ഇപ്പൊ കണ്ടേക്കാളും കുറച്ച് ഹൈറ്റ് വെയിറ്റ് കുറച്ച് കുറഞ്ഞ പശുവാണ്. പക്ഷെ പാല് എന്തായാലും ഇത് 24 ലിറ്റർ പാല് കിട്ടിക്കൊണ്ടിരുന്ന പശുവാണ്. ഫസ്റ്റ് പ്രസവത്തിൽ. 2ാമത്തെ പ്രസവത്തിൽ എന്തായാലും കൂടുതലേ കിട്ടുള്ളൂ. നല്ല മടിയും കാര്യങ്ങളൊക്കെ ഉള്ള നല്ല മടിസെറ്റാണ് പശു. കറക്കാനും കാര്യങ്ങളൊക്കെ ഒരു പ്രശ്നമില്ല. ഇത് വീട്ടാവശ്യത്തിന് പറ്റിയ പശുവാണ്. പക്വവും വലുപ്പവും നമുക്ക് എവിടെ കൊണ്ട് കെട്ടാം. പറമ്പിൽ കെട്ടിയിട്ട മേവിനൊന്നും ഒരു കുറവില്ലാത്ത പശുവാണ്. ഒരു പ്രശ്നമില്ല. ചുരപ്പ് വിട്ട് കഴിഞ്ഞാൽ പിന്നെ പാത്രം അടി വെച്ചു കൊടുത്ത് മെല്ലെ ഒന്ന് തൊട്ട് കൊടുത്താൽ മതി. സുഖമായിട്ട് നന്നായിട്ട് നമുക്ക് കറക്കാം. കാമ്പൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കാമ്പാണ്. കറക്കാൻ പറ്റും. നല്ല ചില മാണ്ടുകൾ നോക്കിയാൽ നമുക്ക് ടൈറ്റ് ഉണ്ടാവും കാമ്പ്. അതൊന്നുമല്ല, ഇത് അത്യാവശ്യം നീളമുള്ള കാമ്പ്, നല്ല സോഫ്റ്റ് കാമ്പാണ്. ഇത് അതേപോലെ തന്നെ നല്ല പശുവാണ്, സാധുവാണ് പശു. ഇത് ആ പറഞ്ഞ പാൽ എന്തായാലും കിട്ടും. ഇത് ജേഴ്സി മോഴ പശുവാണ്. കണ്ടില്ലേ? ജേഴ്സി മോഴയാണ്. ചെനപ്പശുവാണല്ലോ. ചോല കളർ ചെനപ്പശുവാണ്. ഇത് ചെനപ്പശുവാണ്. മാക്സിമം ഇവിടെയുള്ള എല്ലാ പശുവും ചെനയാണ്. ഒരാഴ്ച മാക്സിമം 10 ദിവസത്തിനുള്ളിൽ പ്രസവിക്കും. ഇതേപോലെ നല്ല മടിച്ചിട്ടുള്ള പശുവാണ്. പോയിന്റ് കൂടിയ പാലാണ്. ജേഴ്സി പറയുമ്പോൾ പോയിന്റ് കൂടിയ പാലുള്ളതാണ്. എല്ലാ ലക്ഷണവും ഉണ്ട്. വാലാണെങ്കിൽ മുട്ടിന് താഴെയുള്ള വാല്. പിന്നെ ചിലർ ചുഴി നോക്കി എടുക്കും. ചുഴിയും കാര്യങ്ങളൊക്കെ സൂപ്പറാണ്. ചുഴിയും കാര്യങ്ങളൊക്കെ
ഒരു കുറവോ ഒന്നുമില്ല. ഇതിപ്പോ രണ്ടാമത്തെ കഴിഞ്ഞ് മൂന്നാമത്തെ പ്രസവമാണ്. മുമ്പത്തെ പ്രസവത്തിൽ 25 ലിറ്റർ പാല് കറന്നിട്ടുണ്ട് പശു. എന്തായാലും ഈ പ്രസവം കഴിയുമ്പോൾ എന്തായാലും കൂടും. എന്തായാലും ഒരു 3 ലിറ്റർ 4 ലിറ്റർ എന്തായാലും കൂടുതൽ കിട്ടുള്ളൂ. അപ്പോൾ ഇതുപോലുള്ള അടിപൊളി പശുക്കളാണ് ഇവിടെ ഇപ്പോൾ നമുക്ക് ഫാമിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ഇതും അതേപോലെ ക്രോസ് പശുവാണ്. 2 പല്ല് കടിഞ്ഞിൽ പ്രസവം കഴിഞ്ഞ് നിൽക്കുന്നതാണ്. കുട്ടി ഇവിടെയുണ്ട്. ഇതും ഇപ്പോൾ 18 ലിറ്റർ പാല് കറക്കുന്നത്. കൺഫേം ആയിട്ട് 18 ലിറ്റർ പാല് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ കുട്ടി അപ്പുറത്തുണ്ട്. നല്ല പശുവാണ്. ഇതും കടിഞ്ഞിലാണ്. 2 കൊല്ലം ആയിട്ടുള്ളൂ. പശു ഉണ്ടല്ലേ, പശുവിനും പ്രായം ഇഷ്ടംപോലെ പ്രായമുണ്ട്. ഇഷ്ടംപോലെ പാലും കറക്കാനുണ്ട്. ഇപ്പൊ അടുത്ത പ്രസവത്തിൽ പറയുമ്പോൾ എന്തായാലും 20ന് മേലിൽ പാൽ എന്തായാലും കിട്ടും. നല്ല മടിസെറ്റൊക്കെ ഉള്ള നല്ല അടിപൊളി ഒരു പശുവാണ്. ഇതിപ്പോ നർമാസം ചെനയാണ്. ഇപ്പൊ മാക്സിമം 4 ദിവസങ്ങളിൽ പ്രസവിക്കും. പ്രസവമായി ഇതിന്റെ 4 ദിവസം പറയാൻ പറ്റില്ല. അതിപ്പോ പ്രസവിക്കും. നല്ല പശുവാണ്. ഇതിപ്പോ രണ്ടാമത്തെ പ്രസവമാണ്. ഫസ്റ്റ് പ്രസവത്തിൽ 18 ലിറ്റർ പാല് കിട്ടിയിട്ടുണ്ട്. രണ്ടാമത്തെ പ്രസവത്തിൽ എന്തായാലും കൂടും എന്തായാലും 2-3 ലിറ്റർ വെച്ച് കൂടും. നല്ല പശുവാണ്. നമുക്ക് അളവ് പശുവാണ്. ഇത് തന്നെ അളവ് പശു എന്ന് പറയാം. നമ്മുടെ നാട്ടിൽ എല്ലാവരുടെയും മിക്കവാറും കണ്ടുവരുന്ന പശുവാണ്. അളവ് പശുവാണത്. HF മോഴ പശുവാണ്. പ്രസവിച്ചിട്ട് ഇപ്പൊ രാവിലെ പ്രസവിച്ചാണെന്നാ പറഞ്ഞത്. രാവിലെ പുലർച്ചയ്ക്ക് പ്രസവിച്ച പശുവാണ്. നല്ല പാല് കിട്ടുന്ന പശുവാണ്. 28 ലിറ്റർ പാല് കിട്ടിക്കൊണ്ടിരുന്ന പശുവാണ്. ഇപ്പൊ പ്രസവിച്ചിട്ടുണ്ട്. എന്തായാലും കൂടാനാണ് ചാൻസ്. ഇപ്പൊ നമ്മളിവിടെ കൊടുക്കുന്ന മാടുകൾ ഇപ്പൊ കൊണ്ടുപോയ ക്ലയന്റുകൾ പറയണ എന്തായാലും മാക്സിമം 400 മുതൽ 600 ലിറ്റർ വരെ പ്രതിമാസം പാല് കറക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. ഒരുപാട് ഫാമുകൾക്കും പശുക്കൾ കൊണ്ടുപോയിട്ടുണ്ട്. കേരളത്തിൽ ഒരുപാട് ഫാമുകൾക്ക് പശുക്കൾ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അവർ പറയുന്നത് മാക്സിമം 400 മുതൽ 600 ലിറ്റർ പാല് വരെ മാസം കിട്ടുന്നതാണ് നമ്മൾക്കുള്ള ഒരിത്.